കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ 2 ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്. എ ഹാപ്പി മൗത്ത്, എ ഹാപ്പി ബോഡി, പിന്നെ ഹാപ്പി മൗത്ത്, എ ഹാപ്പി മൈൻഡ്. ഫിസിക്കൽ ആസ്പെക്റ്റും മെന്റൽ ആസ്പെക്റ്റും എങ്ങനെയാണ് നമ്മുടെ വായുടെ ഓറൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഫുൾ ലൈഫ് ടൈമിൽ നമ്മൾ ഇത് എങ്ങനെ മെയിൻ്റെനൻസിന് കൊണ്ടുപോകണമെന്നാണ് ഈ വർഷത്തെ തീം. ദാറ്റ് ഇസ് ബേസിക്കലി ഇറ്റ് ഇസ് എ കൾമിനേഷൻ ഓഫ് ഓൾ ദീസ് 3 years. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ വായ നമ്മൾ എങ്ങനെ മെയിൻ്റെനൻസിന് കൊണ്ടുപോകണം, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും കൂടാതെ അവരുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ടും. സോ ഈ വർഷത്തെ ഫോക്കസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹെൽത്ത്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു ക്യാൻ ഫീൽ കോൺഫിഡൻറ്റ് ഇൻ യുവർ ടീത്ത്. അത് ഏത് ഏജ് ആയിക്കോട്ടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് പല്ല് എത്രത്തോളമാണോ ഇമ്പോർട്ടൻറ്റ്, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും മുതിർന്ന ഒരാൾക്ക് അവരുടെ പല്ലിൻ്റെ ഹെൽത്ത്. ഇത്തവണ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു ടിപ്പേ ഉള്ളൂ. 1 thing, അതായത് ഇയർലി വൺസ് എങ്കിലും നമ്മൾ ഡെന്റൽ ക്ലീനിങ് ചെയ്യാനായിട്ട് മുതിരുക. എന്നാൽ മാത്രമേ നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് അപ്പം തന്നെ അഡ്രസ് ചെയ്ത് അത് നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. സോ വിഷിംഗ് എവ്രിവൺ എ വെരി ഹാപ്പി ഓറൽ ഹെൽത്ത് ഡേ. ഇന്ന് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ. നമ്മുടെ എല്ലാവരുടെയും ഓറൽ ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെയാണ് നമ്മുടെ ജനറൽ ഹെൽത്ത്. ഓറൽ ഹെൽത്ത് നമ്മുടെ ലൈഫ് സുഗമമാക്കാൻ റെഗുലറായിട്ട് ഡെന്റൽ ചെക്കപ്പും എല്ലാ കൊല്ലം ഒരിക്കലെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതും ഏറ്റവും ഉചിതമാണ്. ഓറൽ ഹെൽത്ത് പ്രായമാകും തോറും പല്ലിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് എല്ലാവരുടെയും ഒരു സങ്കല്പം. പക്ഷെ അങ്ങനെയല്ല. ഈ 32 പല്ലും നമുക്ക് കഴിയുന്നതും നമ്മുടെ ആയുഷ്കാലം ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്. ജനറൽ ഹെൽത്ത് പോലെ തന്നെ നമുക്ക് പല അസുഖങ്ങളും പല മെഡിസിൻസും പല കാര്യങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ വായയും അത് നല്ല കാര്യമായിട്ട് ബാധിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആ ദേഹാസ്വാസം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഊന്നുമ്പോൾ ആക്ച്വലി നിങ്ങൾ വായയുടെ കാര്യം മറന്നുപോയി. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാ സിസ്റ്റമിക് കണ്ടീഷൻസ്, അസുഖങ്ങളുള്ള ഡയബറ്റിക് ആയിക്കോട്ടെ, ട്രാൻസ്പ്ലാന്റ് ആയിക്കോട്ടെ, ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, എന്ത് അസുഖമായാലും അതിൻ്റെതായ ടൈമിൽ ഓറൽ ഹെൽത്ത് കൂടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഹാപ്പി ലൈഫ് നൽകുവാനായിട്ട് അത് സാധിക്കും. നമ്മളുടെ ഡെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓറൽ ഹെൽത്ത് പുറമേ കാണുന്നത് മാത്രമല്ലാതെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും ഒരു റുട്ടീൻ ഡെന്റൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഓറൽ എക്സാമിനേഷനിൽ ഒരു എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. സിസ്റ്റ്സ്, ചില ട്യൂമേഴ്സ്, ഗ്രോത്ത്സ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഒരു സിംറ്റം ഇല്ലാതെ ഉണ്ടാവും. റുട്ടീൻ എക്സാമിനേഷനിലായിരിക്കും കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിനെ വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കാൻ പറ്റും. അതിന് വേണ്ടിയ മെഡിക്കൽ ഓർ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വിൽ ബി മച്ച് സിമ്പിളർ ദാൻ അറിയാതെ പോയി കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയി നമ്മൾ ചികിത്സിക്കാൻ പോകുന്നതിനേക്കാൾ. ഓൾവേസ് ഒരു പീരിയോഡിക്കൽ ഡെന്റൽ എക്സാമിനേഷൻ ഓർ എൻ ഓറൽ എക്സാമിനേഷൻ ചെയ്യുക ആൻഡ് സ്റ്റേ ഹെൽത്തി. നിരതെറ്റി പല്ലുകൾ ഡെഫിനറ്റ്ലി എൻഹാൻസസ് യുവർ കോൺഫിഡൻസ്. അതോടൊപ്പം ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഫങ്ഷൻ, ഓറൽ ഹൈജീൻ ആൻഡ് ഓവറോൾ ഡെന്റൽ ഹെൽത്ത്. Your smile is your signature, so protect it, perfect it, and share it with the world.